കണ്ണൂർ കുപ്പത്തെ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ വീഴ്ച സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റി DPRൽ അപാകതകളുണ്ടെന്നും വെള്ളം വഴിതിരിച്ച് കുപ്പം പുഴയിലേക്ക് വിടാനുള്ള സാധ്യത പരിശോധിക്കുന്നുവെന്നും ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കി. No, company has not made any default. Company is not on a default. Whatever the NHAI has given the drawing design, he is implementing the same. And we independent engineer are there for the implementation. So we are also implementing that one. So some flaws are there in the DPR. DPR people, how they have made, I don't know. So in that also some default is there, but we will rectify very soon. Okay. എം സന്തോഷ് വിവരങ്ങൾ നൽകാൻ ചേരുന്നു. സന്തോഷ്, DPRലെ അശാസ്ത്രീയത തുറന്ന് സമ്മതിക്കുകയാണോ ദേശീയപാത അതോറിറ്റി? തീർച്ചയായും ഇന്ന് ഈ കുപ്പത്ത് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് ഈ ദേശീയപാത അതോറിറ്റിയുടെയും അതോടൊപ്പം തന്നെ ഈ നിർമ്മാണ കരാർ കമ്പനിയുടെയും പ്രതിനിധികൾ സന്ദർശനം നടത്തിയിരുന്നു. അതിൽ ഈ സന്ദർശനം നടത്തിയതിന് ശേഷം ആണ് ഈ ദേശീയപാത അതോറിറ്റി നിയോഗിച്ച എഞ്ചിനീയർ ഉദ്യോഗസ്ഥൻ ഈ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. അവിടെ DPRൽ ചില അപാകതകൾ ഉണ്ടായിട്ടുണ്ട്, അതാണ് മണ്ണിടിച്ചിലിലും വെള്ളം വീടുകളിലേക്ക് കയറാനുമുള്ള കാരണം എന്നാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗമായി വന്ന ഉദ്യോഗസ്ഥൻ വിശദീകരിച്ചത്. ഏതായാലും നിലവിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ആശങ്ക പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഈ വീടുകളിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം അത് കുപ്പം പുഴയിലേക്ക് വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ മണ്ണിടിച്ചിലിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ള കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം റോഡിൽ നിന്നും കൃത്യമായിട്ടുള്ള അകലം പാലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണ് ഇടിഞ്ഞ് വാഹനങ്ങൾക്ക് മുകളിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നും ആ സ്ഥലത്ത് വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. DYFIയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ കരാർ കമ്പനിയുടെ ഓഫീസിലേക്ക്, പിലാത്തറയിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ഈ മാർച്ചിന്റെ ഭാഗമായി തന്നെ ഓഫീസിന്റെ ജനൽ ചില്ലുകളെല്ലാം തന്നെ ഈ DYFI പ്രവർത്തകരുടെ മാർച്ചിന്റെ ഭാഗമായി തന്നെ തകർക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വലിയ പ്രതിഷേധമാണ് സ്ഥലത്ത് ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം ഈ മണ്ണിടിച്ചിലും ഉണ്ടാകുമ്പോൾ അവിടെയുള്ള പ്രദേശവാസികൾക്ക് വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കരാർ കമ്പനി അടിയന്തരമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധങ്ങൾ നടക്കുന്നത്. ശരി, എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.